ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടൊരു പാൽ സർബത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിലേക്ക് ഒരു പൗഡർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാരയായിട്ട് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിലേക്കുള്ള അളവാട്ടോ പറയുന്നത്. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് 15 അല്ലെങ്കിൽ 20 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്നും കുതിർത്തൊന്നും ചെയ്തിട്ടില്ല, ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 20ഓളം ബദാമും കൂടെ എടുത്തിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 15ഓളം പിസ്തയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട്സ് എടുത്താലും മതി കേട്ടോ. കാഷ്യൂണെങ്കിൽ അത് മാത്രം, ബദാമാണെങ്കിൽ അത് മാത്രം, അല്ലെങ്കിൽ പിസ്ത മാത്രം, അങ്ങനെ എടുത്തിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതെല്ലാം കൂടെ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ പൊടിച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ഈ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറിൻ്റെ സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിപ്പോൾ 1 ലിറ്റർ പാലിലേക്കുള്ള അളവും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. വല്ലാണ്ട് ഇങ്ങനെ കട്ടിയുള്ള പാല് വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാലൊന്നും വേണമെന്നില്ല. സാധാ പാല് ഒന്ന് ലൂസാക്കി എടുത്താലും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അധികം കട്ടിയൊന്നും വേണ്ട. അപ്പം ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. പാലൊന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചൂടായി വന്നിട്ടുള്ള പാലിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തത് എന്താ വെച്ചാൽ ആ പൊടിയോട് കൂടി ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ കട്ട കുത്തിയിട്ട് ഇങ്ങനെ കെടുക്കും. അപ്പോൾ അത് വേവായി കിട്ടാനൊക്കെ കുറച്ച് പാടേക്കാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് നല്ലതായിട്ട് ആ ഒഴിച്ചോട് കൂടിയിട്ട് കൈവിടാണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കട്ട കുത്തിയിട്ട് പോകും. അതിൽ നമ്മൾ കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ടൈം നല്ല പോലെ ഇങ്ങനെ ചൂടായി വരുന്നതോട് കൂടിയിട്ട് തന്നെ കുറച്ചിങ്ങനെ തിക്കായിട്ട് വരൽ തുടങ്ങിയേ. അപ്പോൾ കൈവിടാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടില്ലേ, നല്ല ഇങ്ങനെ കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവണം കേട്ടോ. അങ്ങനെ കട്ടിയായി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒന്നും കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ കുറച്ച് ടൈമും കൂടി ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അതാ കണ്ടില്ല, നല്ലോണം കട്ടിയായിട്ട് വന്ന് ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണേ. അതിന് ശേഷമാണ് നമ്മളിത് ജ്യൂസാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല പോലെ തണുപ്പാക്കി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബ്ലാക്ക് കസ്കസോ അല്ലാന്നുണ്ടെങ്കിൽ ചിയാ സീഡോ കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ചിയാ സീഡാണ്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആട്ടോ ചിയാ സീഡ്. ചിയാ സീഡ് ഈ ഒരു ചൂട് സമയത്തൊക്കെ കഴിക്കുമ്പോൾ നല്ലതാണ്. തണുപ്പിനൊക്കെ നല്ലതാട്ടോ ഈ ചിയാ സീഡ്. അപ്പോൾ അത് യൂസ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കുതിർന്ന് വരും കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അത് നന്നായിട്ടൊന്നങ്ങ് കുതിർന്ന് വന്നോളൂ. ഇപ്പോൾ അതാ പാലൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തണുത്ത് വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട കെട്ടിയിട്ട് ഇങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വരും കേട്ടോ. അതിൻ്റെ മുകളിൽ പാലായതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ടങ്ങ് മാറ്റിയെടുക്കാം.
അപ്പോൾ അതൊന്ന് അടിച്ചെടുത്താൽ ഈ ഒരു തിക്നെസ് ആട്ടോ ഉണ്ടാവുക. ഇനി നമുക്കിതിങ്ങനെ കുടിക്കുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇതിലേക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല. അപ്പം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ഈ ഒരു ചിയാ സീഡ് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോഴാട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല നൈസായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം തന്നെ ഒരു പോംഗ്രാനൈറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അനാറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഓവറായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അതിന് കൂടുതലായിട്ട് കടിക്കാനേ കിട്ടുക. നമുക്ക് ആ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പംകിൻ സീഡ്സും അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.